മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 24/7/1989 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. രേവതിയാണ് നക്ഷത്രം. രേവതി 2-ാം പാദം. തുലാ ലഗ്നം. 2-ൽ ഗുളികൻ, 3-ൽ ശനി, 4 ശൂന്യം, 5-ൽ രാഹു, 6-ൽ ചന്ദ്രൻ, 7, 8 ഭാവങ്ങൾ ശൂന്യം, 9-ൽ വ്യാഴം, 10-ൽ സൂര്യൻ, ബുധൻ, കുജൻ, 11-ൽ ശുക്രൻ, കേതു, 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സം, അത് നടക്കുന്നില്ല എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ടായിരുന്നു ഇദ്ദേഹം വിളിച്ചിരുന്നത്. എന്തുകൊണ്ടാണത്? പ്രധാനമായും 3, 6, 1, 7 7-ാം ഭാവാധിപൻ ആയിട്ടുള്ള ഗ്രഹം എന്ന് വെച്ചാൽ വിവാഹ സ്ഥാനത്തിൻ്റെ അധിപൻ ആയിട്ടുള്ള ഗ്രഹം ശക്തനായ കുജൻ ഇവിടെ കർക്കിടകത്തിൽ നീചനായി നിൽക്കുന്നു. അവിടേക്ക് രാഹുവിൻ്റെ 6ാമത്തെ ദൃഷ്ടിയും വരുന്നു. ഇത്തരക്കാർക്ക് പൊതുവെ വിവാഹം വൈകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതല്ല എങ്കിൽ നേരത്തെ കൂട്ടി വിവാഹം കഴിച്ചാൽ നീചനായിട്ടുള്ള കുജൻ എന്ന് പറയുമ്പോൾ മോശമായിട്ടുള്ള അനുഭവങ്ങൾ വിവാഹത്തിലൂടെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് വൈകുക എന്ന് പറയുന്ന പ്രക്രിയയാണ് ഇവിടെ നടന്നത്. 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജനാവുകയും അത് കർക്കിടകത്തിൽ നീചനായി നിൽക്കുകയും നീച ഭംഗം ഉള്ള കുജനാണിത്. അപ്പോൾ ശ്രമിച്ചാൽ വിവാഹം നടക്കുമെന്നതിൻ്റെ സൂചന അവിടെ തന്നെയുണ്ട്. പക്ഷേ അത് ശത്രുവിനോടൊത്തുകൂടിയാണ് നിൽക്കുന്നത്. ബുധൻ കുജൻ രമ്യതയിലല്ല. അതേപോലെ തന്നെ അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ വൈകുക, അതല്ല എങ്കിൽ അതിനെക്കൊണ്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ ഒരല്പം കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ അതിന് ശേഷം കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്യുകയും കൃത്യമായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ടുന്ന രീതിയിൽ പ്രാക്ടിക്കലി വേണ്ടുന്ന കാര്യങ്ങൾ കൂടെ ചെയ്തു പോയി കഴിഞ്ഞാൽ വിവാഹം നടക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉദ്യോഗമുള്ള ഒരാളെ കല്യാണം കഴിക്കുന്നതിനൊക്കെ യോഗമുള്ള ഒരു ജാതകവുമാണ്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത് നേരത്തെ കൂട്ടി പരിഹാരങ്ങളൊക്കെ ചെയ്തു പോയിരുന്നുവെങ്കിൽ അല്പം കൂടെ നേരത്തെ വിവാഹം എന്ന് പറയുന്ന കാര്യം നടത്തിയെടുക്കാമായിരുന്നു. അതേപോലെ തന്നെ 2-ലാണ് ഗുളികൻ നിൽക്കുന്നത്. ലഗ്നത്തിലേക്ക് ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടിയും വരുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ ഓബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ ഈ വ്യക്തിക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വരാം. മാത്രവുമല്ല ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശത്രുവിൻ്റെ ക്ഷേത്രത്തിൽ, സൂര്യൻ്റെ ക്ഷേത്രത്തിൽ, കേതുവിനോടൊത്ത് രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7-ാം ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. ഇതും ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ക്രൈസിസ്, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ ഈ വ്യക്തിക്ക് ഉണ്ടാക്കി വയ്ക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഒരു ഗ്രഹം തന്നെയാണ്. പ്രത്യേകിച്ച് ലഗ്നാധിപൻ. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ലഗ്നം, ലഗ്നാധിപൻ ഇത് രണ്ടും എന്താണ് എന്നും ഏത് പൊസിഷനിൽ ഏത് രീതിയിൽ നിൽക്കുന്നുവെന്നതും പരമപ്രധാനമാണ്. ഒരുപാട് നെഗറ്റീവ്സ് ഉള്ളൊരു ഗ്രഹനിലയിൽ പോലും ലഗ്നാധിപൻ കറക്റ്റായിട്ട് പവർഫുള്ളായിട്ട് നിന്ന് കഴിഞ്ഞാൽ വളരെ സുഗമമായി കാര്യങ്ങൾ ഓടിപ്പോകുന്ന ഒരുപാട് ഗ്രഹനിലകളുണ്ട്. പക്ഷേ ഇവിടെ അത് ശത്രു ക്ഷേത്രത്തിലാണ്, കേതുവിനോടൊത്താണ്, രാഹുവിൻ്റെ ദൃഷ്ടിയിലാണ്. ലഗ്നത്തിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരല്പം ഡിലേ, താമസം, വൈകുക എന്ന് പറയുന്ന ഇറിറ്റേഷൻസ് ഉണ്ടാക്കിയ ശേഷമായിരിക്കും ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടുക. 3-ലെ ശനി പൊതുവേ വളരെ നല്ലതാണ്. 3-ൽ ശനി നിന്നാൽ മുടി വെച്ച് വാഴുമെന്നൊക്കെ ഒരു പ്രമാണവും പറയാറുണ്ട് പഴയ ആളുകൾ. പക്ഷേ അത് ഗുളികൻ്റെ ദൃഷ്ടിയിലുള്ള ശനിയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതുമാണ്. മാത്രവുമല്ല ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 9-ൽ വ്യാഴം നിൽക്കുന്നു. വളരെ നല്ലതാണ്. വ്യാഴത്തെ സംബന്ധിച്ച് ഏറ്റവും നല്ല പൊസിഷൻ തന്നെയാണ് 9. പക്ഷേ അത് ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷം ശനിയുടെ 7ാമത്തെ ദൃഷ്ടി അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഗുണമാണ് വ്യാഴം ഇവിടെ ചെയ്യുക. അത് ശത്രുക്ഷേത്രവുമാണ്. ഗുരു, ബുധൻ മാരകത്വമുള്ള ശത്രുക്കളല്ല, എന്നിരുന്നാൽ തന്നെയും രമ്യതയിലുള്ള ഗ്രഹങ്ങളല്ല. അപ്പോൾ ആ 2 നെഗറ്റീവ്സ് ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ വ്യാഴം ഇദ്ദേഹത്തിന് ലഗ്നത്തിലേക്ക് 5ാം ദൃഷ്ടി കൊടുക്കുന്നുണ്ട്. അത് എൻ്റെ ഗുണവും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ എന്ത് പ്രതിസന്ധിയിൽ വന്നാലും ഒരു സംരക്ഷണം, ഒരു കവചം പോലെ വ്യാഴം അവിടെ ഗുണം കൊടുക്കുക തന്നെ ചെയ്യും. ഇദ്ദേഹത്തിൻ്റെ ഈ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ 3, 3, 6 രോഗസ്ഥാനത്ത് ചന്ദ്രൻ, അതിൻ്റെ അധിപൻ ശത്രുക്ഷേത്രത്തിൽ, ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശനിയുടെ 7ാം ദൃഷ്ടിയിൽ നിൽക്കുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വൈദ്യസഹായം തേടുക തന്നെ വേണം. വച്ചുകൊണ്ടിരിക്കരുത്. വച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നീട് അത് ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യും. അപ്പോൾ വൈദ്യസഹായം കറക്റ്റായിട്ട് തേടി പോയി കഴിഞ്ഞാൽ അത് അനുകൂലമായിട്ട് വരികയും ആ രോഗത്തെ മറികടക്കുന്നതിന് സാധിക്കുകയും ചെയ്യും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. മാത്രവുമല്ല ശുക്രനിൽ ബുധൻ, ഇദ്ദേഹത്തിന് നടക്കുന്ന ദശ ശുക്രദശ, അതിൽ ബുധൻ്റെ അപഹാരമാണ്. കൃത്യമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ
ഈ ബുധൻ്റെ അപഹാരം തീരുന്നതിന് മുമ്പ് വിവാഹം ഉറയ്ക്കുന്നതിനോ വിവാഹത്തിലേക്ക് എത്തിക്കുന്നതിനോ വേണ്ടുന്ന കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കൃത്യമായിട്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ പ്രാക്ടിക്കലി വേണ്ടുന്ന കാര്യങ്ങൾ കൂടെ കൃത്യമായിട്ട് ചെയ്തു പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ മടി പിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ അലസത കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഗുണത്തിൻ്റെ വഴിക്ക് നിൽക്കുകയും ചെയ്യും. ഈ ഡിലേ, വൈകുക എന്ന് പറയുന്ന പ്രക്രിയ അത് അതിൻ്റെ രീതിയിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടം ഒന്നും ഉണ്ടാവില്ല. ലഗ്നാധിപൻ്റെ ദശയാണ് നടക്കുന്നത്. വിവാഹകാരകൻ കൂടിയാണ് ശുക്രൻ. അത് കേതുവിനോടൊത്ത് ശത്രുക്ഷേത്രത്തിൽ രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഡിലേ എന്ന് പറയുന്ന പ്രക്രിയ ശുക്രദശയിൽ സംഭവിക്കുന്നത്. ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുള്ളൊരു ഗ്രഹമാണ് ശുക്രൻ. ശുക്രൻ മോശമാണെങ്കിൽ ശുക്രനെ പോലെ മോശം വേറൊരു ഗ്രഹവുമില്ല. അതാണ് ശുക്രൻ്റെ പ്രത്യേകത. പ്രത്യേകിച്ച് വിവാഹകാരകനാണ്. മോശമായിട്ടുള്ള ശുക്രനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായി മാറുന്ന ധാരാളം ആളുകൾ ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, 7ാം ഭാവാധിപൻ നീചനാണ്. അത് ഭംഗം ചെയ്താണ് നിൽക്കുന്നത്. കൃത്യമായിട്ട് ശ്രമങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഒരല്പം വൈകിയാണെങ്കിൽ പോലും വിവാഹം നടക്കുന്നതിനുള്ള ഒരു സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ, വേണ്ടുന്ന കാര്യങ്ങൾ, പരിഹാരങ്ങൾ കൃത്യമായിട്ട് ചെയ്തേ മതിയാകൂ എന്ന് സാരം. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ബുധദശയിൽ ജനിച്ചു. രേവതിയാണ് നക്ഷത്രം. 2001 വരെ ബുധൻ, അതിനുശേഷം 7 കൊല്ലം കേതു, അതിനുശേഷം 20 കൊല്ലം ഇപ്പോഴത്തെ നടപ്പ് ദശയായിട്ടുള്ള ശുക്രൻ, അതിനുശേഷം 6 കൊല്ലം സൂര്യൻ, അതിനുശേഷം 10 കൊല്ലം ചന്ദ്രൻ 2044 വരെ, ശേഷം കുജൻ 2051 വരെ, ശേഷം രാഹു, ഗുരു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നതിൽ തന്നെ നേരത്തെ പറഞ്ഞു. ശുക്രനിൽ ബുധനാണ്. 2024 ഏപ്രിൽ 21 തൊട്ട് 2027 ഫെബ്രുവരി 20 വരെ ശുക്രദശയിൽ ബുധൻ്റെ അപഹാരമാണ്. ശുക്രൻ, ബുധൻ വളരെ സൗഹൃദത്തിലുള്ള ഗ്രഹങ്ങൾ തന്നെയാണ്. ഇവിടെ ബുധൻ നിൽക്കുന്നത് ശത്രുവിനോടൊത്താണ്. അത് നീചനായിട്ടുള്ള കുജനോടൊത്താണ് എന്നതൊരു നെഗറ്റീവ് തന്നെയാണ്. പക്ഷേ അതിന് എഫേർട്ട് ഒരല്പം കൂടുതലിട്ടാൽ, കൃത്യമായിട്ട് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് തന്നെ ഉദ്ദേശിക്കുന്ന കാര്യം, പ്രത്യേകിച്ച് വിവാഹം പോലെയുള്ള കാര്യങ്ങൾ നടത്തി കിട്ടാൻ സാധ്യത വളരെ കൂടുതലും ആണ് എന്ന് തിരിച്ചറിയുക. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.